ഇനി ഇപ്പൊ കുറെ നാൾ നാട്ടിൽ തന്നെ താമസിക്കാനാണ് പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാ. അത് വേണ്ടമ്മ, ഞങ്ങൾ മാടമ്പള്ളി താമസം. അതെ, എന്നാ 150 വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാരണവരുണ്ടായിരുന്നു. ആ കാരണവര് തഞ്ചാവൂരിൽ നിങ്ങളുടെ നൃത്തക്കാരിയെ മേടവെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തിൽ ഏറെ കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥൻ എന്ന പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തിനു പറയുന്നു, കാരണവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാരണവരെ നമ്മുടെ തെക്കിനിലിട്ട് വെട്ടിക്കൊന്നുകളഞ്ഞു. 8ാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തരക്ഷയായിട്ട് മാറി കാരണവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അവയ്ക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നത്. അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞിറങ്ങാൻ തുടങ്ങി. എന്റെ പുസ്തകങ്ങളൊക്കെ ഭംഗിയായിട്ടൊന്ന് അടുക്കി വെക്കാൻ പറ്റിയൊരു മുറി വേണമല്ലോ വല്ലി. അതിനെന്താ, ഇവിടെയില്ലേ ഇഷ്ടംപോലെ മുറികള്? ചേച്ചി വാ, ഞാൻ കാണിച്ചു തരാം. ചേച്ചി, ആ മുറി കറക്റ്റായിരിക്കാൻ തോന്നി. ചേച്ചി, എന്താ ജപിച്ചു വിട്ടിരിക്കുന്നു? ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരം ചേച്ചി, അച്ഛൻ്റെ താക്കോല് കാണും, നമുക്ക് വാങ്ങിച്ചു തുറക്കാം. താക്കോല് ആരെങ്കിലും എതിർപ്പ് കൊണ്ട് വരുന്നതിന് മുമ്പ് തുറന്നേക്കണേ. ഞാൻ പോട്ടെ. ഇതിപ്പോ വേണ്ടിയിരുന്നില്ല ഗവി. ഇനിയിപ്പോ എന്തൊക്കെയാ വരുന്ന? താമസിക്കുന്ന വീട്ടിലൊരു മുറി തുറന്നെന്ന് വെച്ചിട്ട് ഇത്രയ്ക്കൊക്കെ പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അമ്മാവനൊന്നും തോന്നരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അതിവിടെ അമ്മാവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത്? ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത്, ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്. എന്തോടാണ് ഈ പറയുന്നേ? ശ്രീദേവിക്ക് എന്തോ പറ്റുന്ന? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ എന്താ അച്ഛൻ ചെയ്തോളൂ. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഹലോ, ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഹിയർ. ഇവിടെ ആകെ പ്രശ്നമാണ്. പ്ലീസ് അവരെ ഒന്ന് അറിയിക്കൂ. എടാ, നീ ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തി? നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു. അമ്മ, ഇതെന്റെ ഫ്രണ്ടാണ്. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. എന്റെ മോക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങൾ അവളെ വെറുതെ ഭ്രാന്തി ആക്കരുത്. എന്താ കിടക്കുന്നില്ലേ? വാ, നിന്റെ മുറി കാണിച്ചത്. ഞാൻ എപ്പോ കിടക്കുന്നു, എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ശരിയാക്കാം. നിങ്ങൾ പോയി കിടന്നോ. ഇന്നിനി ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സണ്ണി, ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നുറങ്ങിയത്? അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോ നേരം വളരെ ഇരുട്ടി. എന്ത് കലാപരിപാടി? ഇന്നലെ മോളത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്നത് കിട്ടും. ആ മുകളിലെ തെക്കേ അറ്റത്തെ മുറി. പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. അങ്ങനെ നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേഘാമോദരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചിലങ്കയുടെ ഇതൊക്കെ കിട്ടി. ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ഇതാ തെറ്റി. ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെ. ഞാൻ 1000 തവണ വ്യക്തമായി തെളിയിക്കാം. ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ 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 നമ്മൾ തമ്മിൽ കിടന്ന് തട്ടിച്ചിട്ടായിരുന്നു. പോ. എന്താ നീ?
വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന വടംപള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. നാഗവല്ലിയുടെ ചെലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അവരുടെ വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നീട് എമ്പതിയായി മാറി. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. എന്തായി കാണിക്കുന്നത്? ഒരു മിനിറ്റ് പ്ലീസ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. നകുലൻ ക്രൂരനായ ആ കാരണവരും. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങുകയാണ്. നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ള ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கே போக விட மாட்டே? உனக்கு எவ்வளவு தைரியம் இருந்தா இப்போ என் கண் முன்னாடி வந்து நிற்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொண்டு ஒரு ரத்தத்தை குடிச்சு ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. നിനക്കൊന്നുമില്ല. എത്ര രാത്രികൾ വേണമെങ്കിലും എടുത്തു സാമി. എനിക്കപ്പോ വേണം. അവളെ എനിക്ക് തിരിച്ചു വേണം. ഒരു പരീക്ഷണം അവശേഷിക്കുന്നു. ഞാനത് പുറപ്പെടുകയാണ്. നിങ്ങൾ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും, പിച്ച് ചീന്തിയെന്നിരിക്കും. സാമി, എനിക്കെന്തും വന്നോട്ടെ. പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം. ஒரு முறை
നീ എന്തിനു വന്നു? ആരെ? അവനെ കൊല്ലരുത്. എനിക്കിത് കഷ്ടമേ. അവനെ കൊന്ന് അവന്റെ കുടിക്കണം. അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം 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 സത്യം. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എന്റേതാണ്, കേൾക്കുന്ന മനസ്സ് കന്നയുടേതാണ്. യു ആർ കന്ന, യു ആർ കന്ന. അറിയോ നീ ആരാണ്? എങ്കിൽ കന്നയെ പോലും വരാൻ പോവുകയാണ്. സാവധാനം വരികയാണ്. സ്ലോലി വേക്കൻ.